ഇടതുകോട്ടയായ വടകരയിൽ ഇത്തവണ ജയം ഉറപ്പെന്ന് LDF സ്ഥാനാർത്ഥി MK ഭാസ്കരൻ. മാതൃഭൂമി ന്യൂസിന്റെ ഇലക്ഷൻ ബസിനോടൊപ്പം ചേർന്ന് MK ഭാസ്കരൻ സംസാരിച്ചു. അതിലേക്ക് MK ഭാസ്കരൻ RJDയുടെ LDFന്റെ വടകരയിലെ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. നമസ്കാരം. LDFനെ സംബന്ധിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതൊരു രാഷ്ട്രീയ അനിവാര്യതയാണ്. കഴിഞ്ഞ തവണ ഇവിടെ RMPയുടെ സ്ഥാനാർത്ഥി KK രമയാണ് ജയിച്ചിട്ടുള്ളത്. ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ ദൗത്യമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കോൺഫിഡൻ്റ് ആണോ? തീർച്ചയായും ഈ പ്രാവശ്യം നിങ്ങൾ തിരിച്ചു പിടിക്കും വടകര അസംബ്ലി മണ്ഡലം. അതിന് അങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ കാരണം വേണമല്ലോ, അതെന്താണ്? നിങ്ങൾ നേരത്തെ തന്നെ ബൂത്ത് ലെവൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ബൂത്തിൽ നിന്നും ഹൗസ് കമ്മിറ്റികൾ ഉണ്ടാക്കി, ഹൗസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 50 വീട് എന്ന നിലക്ക് ഹൗസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വീടുകൾ തോറും കയറിയിറങ്ങി ഇടതുപക്ഷ ജനാധിപത്യത്തിന് വരേണ്ടതിൻ്റെ ആവശ്യകത വോട്ടർമാരെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഇടതുപക്ഷ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുകൊണ്ട് തന്നെ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കൊക്കെ വളരെ വേരോട്ടമുള്ളൊരു മണ്ണാണ് വടകര. അപ്പോഴും നമുക്കറിയാം 2021 ശ്രീമതി KK രമയെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ പോരാട്ടം എന്നുള്ള നിലയ്ക്കായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. 5 വർഷങ്ങൾക്ക് ശേഷം രമ വീണ്ടും മത്സരിക്കുമ്പോൾ MLA എന്ന നിലയ്ക്ക് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. RJDയെ സംബന്ധിച്ച് ഈ പോരാട്ടത്തിലെ ഒരു പ്രസക്തി എന്താണ്? അതൊരു കൈത്തറ്റ് പോലെ വടകര മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സംഭവിച്ചതാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതുപോലെ ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ ശക്തിയൊന്നും ചോർന്നു പോയിട്ടില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, അത് തിരിച്ചറിയുന്നു വോട്ടർമാർ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും മുന്നണിക്കില്ല, ഈ മണ്ഡലത്തിലെ ജനവിഭാഗങ്ങൾക്കുമില്ല. വിവിധ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ UDFന് വലിയ തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൊടുക്കുന്ന ഒരു ജില്ലയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം കേട്ടോ. പക്ഷെ ആ കാര്യങ്ങളൊക്കെ മേക്കപ്പ് ചെയ്ത് എമർജ് ചെയ്ത് വരാൻ UDFന് കഴിയുന്നില്ലേ ഇത്തവണ? ഒരിക്കലുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനായാസേന ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭൂരിപക്ഷം ലഭിക്കും, ഈ സംസ്ഥാനം ഭരിക്കുക തന്നെ ചെയ്യും.